ഹൈക്കമാൻഡിന്റെ സമവായ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടതോടെ പുതിയ കെ.പി.സി.സി അധ്യക്ഷന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം രൂക്ഷമാവുകയാണ്. മുതിർന്ന നേതാക്കൾ വ്യത്യസ്ത നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെ പ്രഖ്യാപനം ഇനി മാസങ്ങളോളം നീളുമെന്ന് ഉറപ്പായി. ഇതോടെ പാർട്ടി പ്രവർത്തനങ്ങൾ സ്തംഭിക്കാതിരിക്കാൻ നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് സംഘടനാ ചുമതലകളിൽ അടിയന്തരമായി സജീവമാകാൻ എ.ഐ.സി.സി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട പേരുകളെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും രണ്ടു തട്ടിലാണ് എന്നതാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇരുവരെയും ഒരുമിപ്പിച്ച് ഒരു സമവായ ഫോർമുല ഉണ്ടാക്കാൻ ഹൈക്കമാൻഡ് നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. സംസ്ഥാന കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഈ ചേരിതിരിവോടെ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വി.ഡി. സതീശന് ദേശീയതലത്തിൽ വലിയ കരുത്തു പകരുന്ന നിലപാടാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. കെ.പി.സി.സി അധ്യക്ഷൻ ആരാകണമെന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയും വി.ഡി. സതീശനും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിന് അർഹമായ പരിഗണന നൽകണമെന്ന ശക്തമായ നിലപാടാണ് പ്രിയങ്കയ്ക്കുള്ളത്. ഇത് കെ.സി. വേണുഗോപാലിന്റെ നീക്കങ്ങൾക്ക് വലിയ തടസ്സമാണ് ഡൽഹിയിൽ ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഉറച്ച പിന്തുണയും കെ.സിക്കുണ്ട്. ഇതിനിടെ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നിലപാടും ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ദളിത് പ്രാതിനിധ്യം എന്ന നിലയിലും മുതിർന്ന നേതാവ് എന്ന പരിഗണനയിലും കൊടിക്കുന്നിൽ സുരേഷിനെ കെ.പി.സി.സി അധ്യക്ഷനാക്കാനാണ് ഖാർഗെയ്ക്ക് താല്പര്യം. പാർട്ടി അധ്യക്ഷനായ ഖാർഗെയുടെ ഈ ശക്തമായ പിന്തുണ കൊടിക്കുന്നിലിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതായത് കെ.സിയും രാഹുലും ഒരുമിക്കുമ്പോഴും ഹൈക്കമാൻഡിലും ഭിന്നാഭിപ്രായമുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ജോസഫ് വാഴക്കനെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് വാദിക്കുന്നത്. ഇതോടെ പാർട്ടിയുടെ ഓരോ മുതിർന്ന നേതാക്കളും അവരവരുടെ സ്വന്തം സ്ഥാനാർത്ഥികൾക്കായി നിലയുറപ്പിച്ചതോടെ പൂർണ്ണമായി പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. നേതാക്കൾക്കിടയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യത കാണാത്ത സാഹചര്യത്തിൽ പുതിയ കെ.പി.സി.സി പ്രസിഡന്റ് പ്രഖ്യാപനം ഇനിയും വലിയ തോതിൽ വൈകാനാണ് സാധ്യത. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പല പേരുകൾ ഒരേ സമയം ഉയർന്നു വന്നതോടെ ഇനി കൂടുതൽ വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം നിയമനം നടത്തിയാൽ മതിയെന്നാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. പ്രസിഡന്റ് നിയമനത്തിന് മാസങ്ങൾ എടുക്കുമെന്ന് ഉറപ്പായതോടെയാണ് നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് സജീവമാകാൻ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ മാറ്റിവെച്ചിരിക്കുന്ന കെ.പി.സി.സി രാഷ്ട്രീയ കാര്യ സമിതിയും ഭാരവാഹി യോഗവും അടിയന്തരമായി വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്. ഓണം കഴിഞ്ഞാലുടൻ ഈ യോഗങ്ങൾ ചേർന്ന് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. എ.ഐ.സി.സി പ്രഖ്യാപിച്ച വിവിധ പാർട്ടി പരിപാടികൾ സംസ്ഥാനത്ത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നതും പുതിയ തീരുമാനത്തിന് കാരണമായി. അഴിമതിക്കെതിരെയുള്ള യുവജന മുന്നേറ്റത്തിന് പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് എ.ഐ.സി.സി ആവിഷ്കരിച്ച ഛാത്രോം കി കുഞ്ച് എന്ന പ്രചാരണ പരിപാടി ഉടൻ ആരംഭിക്കും. കൂടാതെ അയോധ്യ സംഭാവന കൊള്ള സംബന്ധിച്ച സംസ്ഥാന പ്രചാരണ പരിപാടികളും വരാനിരിക്കുന്ന യോഗങ്ങളിൽ തീരുമാനിക്കും. പുതിയ പ്രസിഡന്റ് വന്ന ശേഷമാകാം ബോർഡ്, കോർപ്പറേഷൻ, അക്കാദമി നിയമനങ്ങൾ എന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന തീരുമാനം. എന്നാൽ അധ്യക്ഷ പ്രഖ്യാപനം വൈകുമെന്നതിനാൽ ഇതിനായുള്ള മാനദണ്ഡങ്ങളും പാർട്ടിക്കുള്ളിൽ നിശ്ചയിക്കാൻ ഒരുങ്ങുകയാണ്. സ്ഥാനങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യു.ഡി.എഫിൽ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിന് ലഭിക്കുന്ന സ്ഥാനങ്ങളിലെ നിയമനത്തിന് ഉടൻ തന്നെ ഒരു പൊതു മാനദണ്ഡം തയ്യാറാക്കാനാണ് നിലവിലെ തീരുമാനം. മത്സരിക്കാൻ അവസരം ലഭിക്കാത്തവരെ ഇത്തരം പദവികളിലേക്ക് പരിഗണിക്കുമെന്ന പൊതുനയവും പാർട്ടിക്കുണ്ട്. ഡി.സി.സി ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നീ പദവികളിൽ വരെയുള്ളവരെ ബോർഡ്, കോർപ്പറേഷൻ അംഗത്വത്തിലേക്ക് പരിഗണിച്ചാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ പൊതുനിലപാട്. എം.പി, എം.എൽ.എ പദവികളിലിരുന്ന് പെൻഷൻ വാങ്ങുന്നവരെ പരിഗണിക്കേണ്ടെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. ഇതിനു പുറമെ എം.എൽ.എമാരായ 5 ഡി.സി.സി പ്രസിഡന്റുമാർക്കും വൈകാതെ മാറ്റം വരും.